നമസ്കാരം. FTV ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. ഓപ്പറേഷൻ ലൈഫിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ തൃശൂർ ജില്ലയിലെ 11 സ്ഥാപനങ്ങൾക്ക് പ്രവർത്തനം നിർത്തിവെക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നോട്ടീസ്. 2 ദിവസങ്ങളിലായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തിയത് ജില്ലയിലെ 247 സ്ഥാപനങ്ങളിൽ. 65 സ്ഥാപനങ്ങൾക്ക് പ്രവർത്തനം മെച്ചപ്പെടുത്താനും നോട്ടീസ്. പഴം, പച്ചക്കറി എന്നിവയിലെ കീടനാശിനികളുടെ സാന്നിധ്യം പരിശോധിക്കാൻ 65 സാമ്പിളുകൾ ശേഖരിച്ചു. പുതുക്കാട് ദേശീയപാതയോരത്ത് തട്ടുകടയുടെ മറവിൽ കഞ്ചാവ് മിഠായി ഉൾപ്പെടെ ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തിയ 2 പേർ അറസ്റ്റിൽ. പോലീസിന്റെ പിടിയിലായത് തട്ടുകട നടത്തിപ്പുകാരനും സഹായിയും. കുന്നംകുളം പാറയമ്പാടത്ത് ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ച സംഭവത്തിൽ ലോറി ഡ്രൈവർ അറസ്റ്റിൽ. പിടിയിലായത് അപകടശേഷം നിർത്താതെ പോയ ലോറിയുടെ ഡ്രൈവർ ബീഹാർ സ്വദേശി രാംഭവാൻ ഗിരി. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ സംരക്ഷണം ആവശ്യപ്പെട്ട് ABVP. മന്ത്രി ആർ ബിന്ദുവിന്റെ ഇരിങ്ങാലക്കുടയിലെ ഓഫീസിലേക്ക് വിദ്യാർത്ഥി മാർച്ച്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തച്ചുടയ്ക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ABVP നേതാക്കൾ. വാർത്തകൾ വിശദമായി. ഓപ്പറേഷൻ ലൈഫിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ തൃശൂർ ജില്ലയിലെ 11 സ്ഥാപനങ്ങൾക്ക് പ്രവർത്തനം നിർത്തിവെക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നോട്ടീസ്. 2 ദിവസങ്ങളിലായി ജില്ലയിലെ 247 സ്ഥാപനങ്ങളിലാണ് 11 സ്ക്വാഡുകളിലായി തിരിഞ്ഞ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തിയത്. മഴക്കാലത്തോടനുബന്ധിച്ചുണ്ടാകുന്ന രോഗങ്ങൾ, ഭക്ഷ്യവിഷബാധ എന്നിവ തടയുക, ശുചിത്വവും സുരക്ഷിത ഭക്ഷണവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് തൃശൂർ ജില്ലയിൽ 2 ദിവസങ്ങളിലായി 247 സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയത്. 11 സ്ക്വാഡുകളായി തിരിഞ്ഞ് നടത്തിയ പരിശോധനയിൽ ഗുരുതര നിയമലംഘനങ്ങൾ കണ്ടെത്തിയ 11 സ്ഥാപനങ്ങൾക്ക് പ്രവർത്തനം നിർത്തിവെക്കുന്നതിനുള്ള നോട്ടീസ് നൽകി. 65 സ്ഥാപനങ്ങൾക്ക് പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനുള്ള നോട്ടീസും നൽകിയിട്ടുണ്ട്. പഴം, പച്ചക്കറി എന്നിവയിലെ കീടനാശിനികളുടെ സാന്നിധ്യം പരിശോധിക്കുന്നതിനായി 65 സാമ്പിളുകൾ ശേഖരിച്ചു. ശക്തൻ സ്റ്റാൻഡിലെ നൈസ് റെസ്റ്റോറൻറ്റ്, ശക്തൻ സ്റ്റാൻഡിന് പരിസരത്ത് പ്രവർത്തിക്കുന്ന തട്ടുകട, TWCCS ബിൽഡിങ്ങിലെ റെസ്റ്റോറൻറ്റ്, ചാവക്കാട്ടെ കൃഷ്ണേട്ടൻ ചായക്കട, ചാവക്കാട് കൂടെ റെസ്റ്റോറൻറ്റ്, ഗുരുവായൂർ തൈക്കാട് ഗാലക്സി ബേക്കറി, കുന്നംകുളം MKK വെജിറ്റബിൾസ്, ഇരിങ്ങാലക്കുട കഫേ ഡിലൈറ്റ്, നിജൂസ് ടീ ക്ലബ്ബ്, അരിമ്പൂർ ടിങ്കു ബേക്കറി, ന്യൂ സ്റ്റാർ ഹോട്ടൽ എന്നീ സ്ഥാപനങ്ങൾക്കാണ് പ്രവർത്തനം നിർത്തിവെക്കാൻ നോട്ടീസ് നൽകിയത്. ന്യൂനതകൾ പരിഹരിക്കുന്നതുവരെ പ്രവർത്തനം നിർത്തിവെക്കാനുള്ള നോട്ടീസാണ് നൽകിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് റെയിൽവേ ഡിവിഷനെ വിഭജിക്കാനുള്ള നീക്കത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്ന് VK ശ്രീകണ്ഠൻ MP. പാലക്കാട് ഡിവിഷനെ വിഭജിക്കാനുള്ള നീക്കം ഉദ്യോഗസ്ഥ രാഷ്ട്രീയ തലത്തിൽ നടക്കുന്നുണ്ടെന്നും VK ശ്രീകണ്ഠൻ MP പാലക്കാട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം വരുമാനം ലഭിക്കുന്ന റെയിൽവേ ഡിവിഷനാണ് പാലക്കാട്. നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന പാലക്കാട് ഡിവിഷനെ വിഭജിക്കാനുള്ള നീക്കത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. വരുമാനത്തിനനുസരിച്ച് വികസനം വേണമെന്ന ആവശ്യം നിലനിൽക്കെയാണ് വിഭജന നീക്കം നടക്കുന്നത്. റെയിൽവേ മന്ത്രി തന്നെ റെയിൽവേ മന്ത്രാലയത്തിന്റെ വിഭജനം അറിയില്ലെന്ന് പറയുമ്പോഴാണ് സഹമന്ത്രിയുടെ നേതൃത്വത്തിൽ മംഗലാപുരം ഡിവിഷൻ ഉണ്ടാക്കാനുള്ള നീക്കം തിരക്കിട്ട് നടക്കുന്നത്. ഇതിനെതിരെ KPCC പ്രമേയം പാസാക്കിയിട്ടുണ്ട്. പാലക്കാട് ഡിവിഷനെ വിഭജിക്കാൻ അനുവദിക്കില്ലെന്നും കേരളത്തിലെ ജനപ്രതിനിധികളെയും ജനങ്ങളെയും അണിനിരത്തി പ്രതിഷേധിക്കുമെന്നും VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനമാണ് റെയിൽവേ. ഇവിടെ നിങ്ങൾക്കറിയാം, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുന്നത് നമ്പർ 1 കേരളത്തിലാണ്. അപ്പൊ ഇത്രയും റെയിൽവേയുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നത്, അതുപോലെ ഏറ്റവും ജനകീയമായി ഏറ്റവും കൂടുതൽ ജനങ്ങൾ യാത്ര ചെയ്യാൻ വേണ്ടി, സാധാരണക്കാരായ ആളുകൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ട്രെയിനുകൾ, ഇതെല്ലാം കൊണ്ടും പാലക്കാട് ഡിവിഷനെ ഒരു കാരണവശാലും വിഭജിക്കാൻ കഴിയും. അപ്പോൾ ഈ നീക്കം റെയിൽവേ ഉപേക്ഷിക്കണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് എനിക്കും അറിയിക്കാനുള്ളത്. മാത്രമല്ല, കേന്ദ്ര റെയിൽവേ ക്യാബിനറ്റ് മന്ത്രി ബാംഗ്ലൂർ മീറ്റിംഗ്, അദ്ദേഹം ഇത് അറിയില്ലെന്ന് പറയാം. റെയിൽവേ മന്ത്രാലയം അറിയില്ലെന്ന് പറയാം. സഹമന്ത്രി വേറൊരു യോഗം വിളിക്കുക, വികസനത്തിന്റെ പേരിലാണെന്ന് പറയുക. അപ്പോൾ 14 ദിവസത്തിനകം റിപ്പോർട്ട് വേണമെന്ന് ആവശ്യപ്പെടുക. ഒരു വലിയ ഭീഷണി നിലനിൽക്കുന്നുണ്ട് പാലക്കാട് റെയിൽവേ ഡിവിഷന്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തൃശൂർ പുതുക്കാട് തട്ടുകടയുടെ മറവിൽ കഞ്ചാവ് മിഠായി ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തിയ 2 പേർ അറസ്റ്റിൽ. തട്ടുകട നടത്തിപ്പുകാരൻ പാർപ്പൂക്കര സ്വദേശി രാജൻ, സഹായി കൊടകര സ്വദേശി സൈജോ എന്നിവരാണ് പുതുക്കാട് പോലീസിന്റെ പിടിയിലായത്.
ദേശീയപാതയോരത്ത് പുതുക്കാട് ജംഗ്ഷനിൽ രാത്രിയും പകലും പ്രവർത്തിക്കുന്ന തട്ടുകടയിൽ നിന്നാണ് വൻതോതിൽ നിരോധിത ലഹരി വസ്തുക്കൾ പോലീസ് പിടികൂടിയത്. 23 കഞ്ചാവ് മിഠായി, 658 നിരോധിത പുകയില പാക്കറ്റ്, 2 ചാക്ക് പാൻ മസാല, 100 പാക്കറ്റ് വ്യാജ സിഗരറ്റ് എന്നിവ പിടികൂടിയവയിൽ ഉൾപ്പെടും. കഞ്ചാവ് മിഠായിയും നിരോധിത ലഹരി വസ്തുക്കളും വിദ്യാർത്ഥികൾക്കും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കും വിൽപ്പന നടത്തുന്നതായി പോലീസിന് രഹസ്യ വിവരം ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കടയിൽ പരിശോധന നടത്തിയത്. വിദ്യാർത്ഥികളിൽ ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്നുണ്ടെന്ന വിവരവും പോലീസിന് ലഭിച്ചിരുന്നു. പുതുക്കാട് SHO വി സജീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ SI N പ്രദീപ്, SCPOമാരായ VD അജി, KR സജീവ്, MP പ്രശാന്ത്, CPO NV ശ്രീജിത്ത്, സ്പെഷ്യൽ ബ്രാഞ്ച് ഗ്രേഡ് SI KK വിശ്വനാഥൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കുന്നംകുളം പാറയമ്പാടത്ത് ലോറിയിലിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ച സംഭവത്തിൽ ലോറി ഡ്രൈവർ അറസ്റ്റിൽ. ബീഹാർ സ്വദേശി 38 വയസ്സുള്ള റാം ഭവാൻ ഗിരിയാണ് അറസ്റ്റിലായത്. അപകടശേഷം ലോറി നിർത്താതെ പോയിരുന്നു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2 മണിയോടെ ഉണ്ടായ അപകടത്തിൽ പോർക്കുളം കൊങ്ങണ്ണൂർ സ്വദേശി ഷെഫീഖാണ് മരിച്ചത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തച്ചുടയ്ക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാരിൻ്റെതെന്ന് ABVP. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ സംരക്ഷണം ആവശ്യപ്പെട്ട് ABVP പ്രവർത്തകർ മന്ത്രി R ബിന്ദുവിന്റെ ഇരിങ്ങാലക്കുടയിലെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. 100ഓളം പ്രവർത്തകർ പങ്കെടുത്തു. മാർച്ചിന് ശേഷം നടന്ന ധർണ ABVP സംസ്ഥാന സെക്രട്ടറി EU ഈശ്വരപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസത്തെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഈ നാട് വിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകുന്ന സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുകയാണ്, പുറത്തു പഠിക്കാൻ പോകുന്നത് ഒരു വലിയ തെറ്റൊന്നുമല്ല എന്ന്. പ്രിയപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഈ നാട് വിട്ട് അന്യനാട്ടിലേക്ക് പോയിട്ടുള്ളത്. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി S അക്ഷയ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി യദുകൃഷ്ണൻ സ്വാഗതവും സംസ്ഥാന സമിതി അംഗം മന്യ നന്ദിയും പറഞ്ഞു. യോഗം അവസാനിച്ചതിന് ശേഷം ബാരിക്കേഡുകൾ മറിച്ചിടാനും മറ്റും ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. വാടാനംകുറിശി പരുത്തിപ്പുഴ ഷൊർണൂർ റോഡിന്റെ ഒങ്ങല്ലൂർ പഞ്ചായത്ത് പരിധിയിലെ തകർച്ചയിലായ ഭാഗം BJP പ്രവർത്തകർ ശ്രമദാനത്തിലൂടെ സഞ്ചാരയോഗ്യമാക്കി. BJP 142 ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പഞ്ചായത്തിലെ 8ാം വാർഡിലുള്ള 300 മീറ്ററോളം റോഡിലെ കുഴികൾ കോൺക്രീറ്റ് വേസ്റ്റ് ഉപയോഗിച്ച് താൽക്കാലികമായി അടച്ചത്. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 8ാം വാർഡിലൂടെ കടന്നുപോകുന്ന റോഡാണിത്. ഷൊർണൂരിലേക്കുള്ള റോഡിന്റെ ഈ ഭാഗം പൂർണ്ണ തകർച്ചയിലാണ്. ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായി. മാസങ്ങളോളമായി പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന പാത നവീകരിക്കാൻ പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് BJP 142 ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിലെ വലിയ കുഴികൾ കോൺക്രീറ്റ് വേസ്റ്റ് ഉപയോഗിച്ചടച്ചത്. പ്രവർത്തകരായ ശങ്കുരാജ്, രഞ്ജിത്ത്, രാജേഷ്, പ്രസാദ് ബാബു, ശങ്കർലാൽ, ഷരുൺ, പ്രവീൺ എന്നിവർ നേതൃത്വം നൽകി. ജനങ്ങൾ വളരെയേറെ കഷ്ടപ്പെട്ടാണ് ഇതുകൂടെ യാത്ര ചെയ്യുന്നതും വാഹനം കൊണ്ടുപോകുന്നതും. വണ്ടികൾ നിരന്തരമായിട്ട് കേടുപറ്റുന്നു. ഇതിനെതിരെ ഈ 8ാം വാർഡിലെ BJP പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് ഇത് താൽക്കാലികമായിട്ട് ഈ റോഡിൻ്റെ കുണ്ടും കുഴിയും അടയ്ക്കുന്ന കർമ്മ പദ്ധതിയിലേക്കാണ് ഇന്ന് കടന്നിരിക്കുന്നത്. ഇത് താൽക്കാലികം മാത്രമാണ്. തുടർന്നും ഇതേമാതിരി ജനങ്ങൾക്ക് ജനകീയമായ പരിപാടികളുമായി BJP പ്രവർത്തകർ രംഗത്തുണ്ടാവും. പക്ഷേ ഇത് ഒരു പ്രതിഷേധമാണ്. ഈ പഞ്ചായത്തിലെ ഭരണാധികാരികൾക്കെതിരെയും ബന്ധപ്പെട്ട വാർഡ് മെമ്പർക്കെതിരെയും ഇത് ഒരു BJP പ്രവർത്തകരുടെ പ്രതിഷേധമായിട്ട് കാണണം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂർ മാന്നാമംഗലത്ത് കാട്ടുപന്നിയെ വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കടിപ്പിച്ചു കൊന്ന് വിൽപ്പന നടത്തിയ സഹോദരങ്ങൾ വനം വകുപ്പിന്റെ പിടിയിൽ. മാന്നാമംഗലം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ് പ്രതികളെ പിടികൂടിയത്. കണ്ണാറ മാരക്കൽ സ്വദേശികളായ ബേബി, സഹോദരൻ കുര്യാക്കോസ് എന്നിവരാണ് പിടിയിലായത്. പ്രതികൾ കണ്ണാറ ഭാഗത്തെ സ്ഥലത്ത് വൈദ്യുതിക്കടി നിർമ്മിച്ച കാട്ടുപന്നിയെ പിടികൂടി ഇറച്ചിയാക്കി വിൽപ്പന നടത്തുകയായിരുന്നു. പ്രതികളിൽ ബേബി 2012
നെല്ലിയാമ്പതി വനത്തിൽ വെച്ച് കരടിയെ വേട്ടയാടി പിടിച്ചതിനും 2021 അബ്കാരി കേസിലും അറസ്റ്റിലായിട്ടുണ്ട്. മാന്നാമംഗലം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ് പ്രതികളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പി ടൗണിലെ അനധികൃത പാർക്കിങ്ങുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ തീരുമാനം. ഗതാഗതക്കുരുക്ക് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി പട്ടാമ്പി നഗരസഭയിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം. പട്ടാമ്പിയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായാണ് പട്ടാമ്പി നഗരസഭയിൽ യോഗം വിളിച്ചു ചേർത്തത്. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടിയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. പട്ടാമ്പി ടൗണിലെ അനധികൃത പാർക്കിങ്ങുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ യോഗം തീരുമാനിച്ചു. ഗവൺമെന്റ് ആശുപത്രി റോഡിന്റെ അറ്റകുറ്റപ്പണികൾ അടിയന്തരമായി നടത്താനാവശ്യമായ നടപടികൾ സ്വീകരിക്കാനും യോഗത്തിൽ ധാരണയായി. ഗതാഗതത്തിന് തടസ്സമായ റോഡിലെ കുഴികൾ ഉടൻ തന്നെ അടയ്ക്കുന്നതിന് ബന്ധപ്പെട്ടവർക്ക് നഗരസഭാ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വഴിയോര കച്ചവടക്കാർക്ക് പട്ടാമ്പി ചെറുപ്പളശ്ശേരി റോഡ്, പട്ടാമ്പി പള്ളിപ്പുറം റോഡ് എന്നിവിടങ്ങളിലേക്ക് മാറ്റുന്നതിനാവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ യോഗം തീരുമാനിച്ചു. യോഗത്തിൽ ചെയർപേഴ്സണു പുറമെ വൈസ് ചെയർമാൻ ടി.പി. ഷാജി, സ്ഥിരം സമിതി അധ്യക്ഷരായ പി. വിജയകുമാർ, പി.കെ. കവിത, എൻ. രാജൻ, വിവിധ കൗൺസിലർമാർ, വ്യാപാരി സംഘടനാ പ്രതിനിധികൾ, ബസ് ഉടമ സംഘടനാ പ്രതിനിധികൾ, ബസ് തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ, ബിൽഡിംഗ് ഓണേഴ്സ്, ഓട്ടോ ടാക്സി സംഘടനാ പ്രതിനിധികൾ, മോട്ടോർ വാഹന വകുപ്പ് പ്രതിനിധികൾ, പോലീസ്, പൊതുമരാമത്ത് വകുപ്പ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. കേരള പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സമ്മേളനം ഓഗസ്റ്റ് 6, 7, 8 തീയതികളിൽ കണ്ണൂരിൽ നടക്കും. സമ്മേളനത്തിന് മുന്നോടിയായി ജൂലൈ 21 വടക്കഞ്ചേരിയിൽ സർവ്വമത സമ്മേളന ശതാബ്ദി നടത്തുമെന്ന് പുഗാസ സംസ്ഥാന ട്രഷറർ ടി.ആർ. അജയൻ പാലക്കാട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നവോത്ഥാന സങ്കല്പത്തിലേക്ക് ഉയർന്നുവന്ന കേരളം പോലും ഇന്ന് ജാതിമത ചിന്തകൾക്ക് വഴിമാറുകയാണ്. ചിക്കാഗോയിലെ സർവ്വമത സമ്മേളനത്തിൽ പങ്കെടുത്ത് ലോക പ്രശംസ നേടിയ വിവേകാനന്ദന്റെ ദർശനങ്ങൾ പോലും മറന്നു കഴിഞ്ഞു. ജാതിമത വൈര്യങ്ങൾ ഇല്ലാതാക്കാനായി സാമൂഹിക പരിഷ്കരണം നടത്തിയ ശ്രീനാരായണ ഗുരുവിനെയും വിസ്മരിച്ചു. മതമല്ല മനുഷ്യനാണ് വലുതെന്ന സന്ദേശമുയർത്തിയാണ് സർവ്വമത സമ്മേളനം നടക്കുന്നത്. ഗുരുവിൻ്റെ ഹിന്ദുത്വ ദർശനം, കേരളത്തിലെ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ എന്ന വിഷയങ്ങളിൽ സെമിനാറും സംവാദവും നടക്കുന്നതിൽ കേരളത്തിലെ പ്രശസ്ത എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുക്കുമെന്നും ടി.ആർ. അജയൻ പറഞ്ഞു. മാനവികത ഇല്ലാതാവുകയും മനുഷ്യനേക്കാൾ ജാതി മതഭേദങ്ങളാണ് വലുത് എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു ജനതയായി നമ്മൾ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വല്ലാത്ത വർത്തമാന കാലഘട്ടമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ സർവ്വമത സമ്മേളനത്തിൻ്റെ സാരങ്ങൾ, അതിൻ്റെ ആശയങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണെന്ന് പുരോഗമന കലാശാസ്ത്രം കരുതുന്നു. അതിനെ തുടർന്നാണ് ഈ പരിപാടി വമ്പിച്ച വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സെമിനാർ അല്ലെങ്കിൽ ജില്ലാ സെക്രട്ടറി ശാന്തൻ മാസ്റ്റർ, ജില്ലാ ട്രഷറർ അഡ്വക്കേറ്റ് സി.പി. പ്രമോദ് തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. ഓപ്പറേഷൻ ലൈഫിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ തൃശൂർ ജില്ലയിലെ 11 സ്ഥാപനങ്ങൾക്ക് പ്രവർത്തനം നിർത്തിവെക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നോട്ടീസ്. 2 ദിവസങ്ങളിലായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന നടത്തിയത് ജില്ലയിലെ 247 സ്ഥാപനങ്ങളിൽ. 65 സ്ഥാപനങ്ങൾക്ക് പ്രവർത്തനം മെച്ചപ്പെടുത്താനും നോട്ടീസ്. പഴം, പച്ചക്കറി എന്നിവയിലെ കീടനാശിനികളുടെ സാന്നിധ്യം പരിശോധിക്കാൻ 65 സാമ്പിളുകൾ ശേഖരിച്ചു. പുതുക്കാട് ദേശീയപാതയോരത്ത് തട്ടുകടയുടെ മറവിൽ കഞ്ചാവ് മിഠായി ഉൾപ്പെടെ ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തിയ 2 പേർ അറസ്റ്റിൽ. പോലീസിന്റെ പിടിയിലായത് തട്ടുകട നടത്തിപ്പുകാരനും സഹായിയും. കുന്നംകുളം പാറയമ്പാടത്ത് ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ച സംഭവത്തിൽ ലോറി ഡ്രൈവർ അറസ്റ്റിൽ. പിടിയിലായത് അപകടശേഷം നിർത്താതെ പോയ ലോറിയുടെ ഡ്രൈവർ ബീഹാർ സ്വദേശി രാംഭവാൻ ഗിരി. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ സംരക്ഷണം ആവശ്യപ്പെട്ട് ABVP. മന്ത്രി ആർ ബിന്ദുവിന്റെ ഇരിങ്ങാലക്കുടയിലെ ഓഫീസിലേക്ക് വിദ്യാർത്ഥി മാർച്ച്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തച്ചുടയ്ക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ABVP നേതാക്കൾ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.